ബബിതയും അമലുമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഹരിശങ്കർ ബബിതയ്ക്ക് ഫോണിൽ കൂടി കാണിച്ചു കൊടുക്കുകയാണ്. ബബിത ഇത് കണ്ട് ഞെട്ടിപ്പോയി. അവൾ ഹരിയുടെ കാല് പിടിക്കുകയാണ്. ഹരിയേട്ടാ ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഹരി പറയുന്നു, ഞാൻ പറയാതിരിക്കാം, പക്ഷെ നീ എന്ത് തരുമെന്ന് ചോദിച്ചു. ബബിത പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസയും സ്വർണവും എല്ലാം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹരി പറയുകയാണ്, നീ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിലേക്ക് വാ, അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹരി ഇറങ്ങിപ്പോയി. ബബിത കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരിയുടെ റൂമിലേക്ക് പോയി. ഹരി അകത്ത് കയറിയിട്ട് റൂം അടച്ചു. അപ്പോൾ ബബിത ചോദിക്കാൻ എന്തായി ഞാൻ റൂം അടച്ചെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഹരി പറയുന്നു, ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാം, പക്ഷെ നീ എന്ത് തരുമെന്ന് ചോദിച്ചിട്ട് അവളോട് വളരെ മോശമായി പെരുമാറാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ബബിത അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അവൻ പുറകെ ഹരി ഓടുകയാണ്. അപ്പോൾ താഴെ കമലയും ശിവേട്ടനും രാജീവും കൂടി ഇവരുടെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബബിതയും രോഹിത്തിനെയും എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണമെന്നൊക്കെ അവർ പറയുകയാണ്. ഇവിടെ നിന്നാൽ അവർ വഷളായി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബബിത ഓടി അങ്ങോട്ട് എത്തുകയാണ്. എന്താ ബബിത എന്ന് ചോദിച്ചിട്ട് അവളൊന്നും മിണ്ടാതെ നേരെ അടുക്കളയിലോട്ട് പോയി. പുറകെ ഹരിയും ഓടി വരികയാണ്. ഹരിയും ഒന്നും മിണ്ടാതെ അവളുടെ പുറകെ പോയി. അവൾ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ബബിതയുടെ പുറകെ പോയി. ബബിത അവിടെ കൊണ്ടുവന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് അമ്മിക്കല്ലെടുത്ത് ഫോണിനെ ഇടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഹരി അവിടെ എത്തി. എന്നിട്ട് ഹരിയോട് പറഞ്ഞു, ഇന്നാണ് നിൻ്റെ ഫോൺ എന്താന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊട്ടിച്ച ഫോണിനെടുത്ത് വെള്ളത്തിലിട്ട് കളഞ്ഞു. അപ്പോൾ ഹരി ഒന്നും മിണ്ടാതെ തിരിച്ച് വന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കാൻ എന്താ ഹരി എന്താണെന്ന് ചോദിച്ചിട്ട് ഹരി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കയറിപ്പോയി. ബബിതയും ഒന്നും മിണ്ടാതെ തിരിച്ച് പോയി. അപ്പോൾ അവർ പറയുന്നതാണ്, കമല പറയുന്നു, അവളുടെ അഹങ്കാരം കണ്ട, ചോദിച്ചിട്ട് ഒന്നും മിണ്ടാതെ പോയത് കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജീവ് പറയുന്നു, ഇവരിവിടെ നിന്നാൽ ശരിയാവില്ല, ബബിത പോകുന്നതും വരുന്നതും ഒന്നും ആരും അന്വേഷിക്കുന്നില്ല, അവൾ എവിടെയൊക്കെ പോയിട്ട് കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വരുന്നത്, ഇവിടെ നിന്ന് അവർ വഷളായി പോകും, അതുകൊണ്ട് അവിടെ കൊണ്ടാക്കാം, അപ്പോൾ അലീനെ അവർ നോക്കിക്കൊള്ളൂ എന്ന് പറയുകയാണ്. മാമച്ചനങ്ങളും ഗ്രേസമ്മ ആൻറ്റിയും കൂടി രമേശൻ നായരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. രേവതിക്കുട്ടിയോട് പറയുന്നില്ല, മാമച്ചനങ്കിളൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് രേവതിക്കുട്ടിയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. രേവതിക്കുട്ടിയെ അവർ സ്വന്തമാക്കി കളയുമോ എന്ന് ഗ്രേസമ്മ ആൻറ്റിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് രേവതിക്കുട്ടിയോട് ഒന്നും പറയാത്തത്. അവർ കാറിൽ യാത്ര തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടാണ് അവർ പോകുന്നത്. ഒരു രോഗിയെ കാണാൻ പോകുന്നു എന്നാണ് രേവതിക്കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു ലേഡി കുറച്ച് ആളുകളോടുമായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർ കാണുന്നത്. അപ്പോൾ മാമച്ചനങ്കിൾ പറഞ്ഞു, ഞങ്ങൾ രമേശൻ നായരുടെ മകനെ കാണാൻ വന്നതാണ്. അപ്പോൾ അയാളുടെ റിലേറ്റീവാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, അച്ഛനെ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് അവരകത്ത് കയറി. അപ്പോൾ അവർ ആരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡാണ് അതെന്ന് പറഞ്ഞു. അപ്പോൾ രമേശൻ നായരുടെ മരുമകളായിരുന്നു അത്. അവൾ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് രണ്ടുപേരും എൻ്റെ സഹോദരന്മാരാണ്, ഒന്ന് ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.